ഹായ് ഓൾ! ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലൗസാണ്. അത്യാവശ്യം ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്ന ഈ കാണുന്ന ബ്ലൗസിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലൗസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എല്ലാവർക്കും ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള മെഷർമെന്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നെക്ക് ഡെപ്ത് ഒക്കെ എല്ലാവർക്കും കംഫർട്ടബിൾ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഷർമെന്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെ ഞാൻ ലൈനിങ് 1 മീറ്ററും മെയിൻ ഫാബ്രിക് 1.5 മീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഈ ലൈനിങ് ഫാബ്രിക് നമുക്ക് ഇതുപോലെ വീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് നമുക്ക് വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വണ്ണം എന്ന് പറയുന്നത് ബസ്റ്റ് റൗണ്ട് ബൈ 4 പ്ലസ് 2 ഇഞ്ചാണ്. എനിക്കിവിടെ 11.5 ഇഞ്ചസ് ആണ് വരുന്നത്. വണ്ണം ഇതുപോലെ 11.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ താഴേക്ക് ഒരു ലൈൻ കൊടുക്കണം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് എനിക്കിവിടെ 16 ഇഞ്ചസ് ആണ് വേണ്ടത്. അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 17 ഇഞ്ചസ് വരുന്നുണ്ട്. 17 ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 6.25 ഇഞ്ചസ് ആണ് ഷോൾഡർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ 6.25 ഇഞ്ചസ് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ 7.5 ഇഞ്ചസ് ആണ് ആം ഹോൾ വരുന്നത്. എന്നിട്ട് ആം ഹോളിൽ നിന്ന് വണ്ണത്തിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. അതിനായിട്ട് 1.5 ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു കർവി ലൈൻ വരച്ചു കൊടുക്കാം. ദെൻ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ക്യാൻവാസ് പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കുകയാണ്. നെക്കിന്റെ വിഡ്ത്ത് ഇവിടെ 4 ഇഞ്ചസ് ആണ്. നെക്കിന്റെ ലെങ്ത് 6.5 ഇഞ്ചസ് ആണ്. ഇത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നെക്കിന്റെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ആ 2 ഇഞ്ചസിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് അഗെയിൻ 2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാനിവിടെ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്ത 2 ഇഞ്ചസിലെ അവിടെ നിന്ന് നെക്കിന്റെ ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു കർവി ലൈൻ കൊടുക്കണം. ദെൻ ആ 2 ഇഞ്ചസിലേക്ക് ഷോൾഡറിൽ നിന്ന് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ദെൻ നമുക്ക് ഷോൾഡർ സ്ലോപ്പിനായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സെന്ററിൽ നിന്ന് ആ 10ലേക്ക് ഒരു 4 ഇഞ്ചസും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴെ 3.5 ഇഞ്ചസും അവിടെ നിന്ന് ഒരു 2 ഇഞ്ചസും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെൻട്രൽ മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിലെ അവിടേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് 2 പോയിന്റിൽ നിന്നും ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ഫസ്റ്റ് ലൈൻ മെഷർ ചെയ്ത് നോക്കാം. എനിക്കിവിടെ 7 ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. ദെൻ ഈ കർവി ലൈൻ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ 7 ഇഞ്ചസ് കൂടുതലുണ്ട്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചസ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഈ ഒരു ലൈനിലെ വണ്ണത്തിന്റെ ഈ ഒരു ലൈനിൽ 1 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 1/2 ഇഞ്ചിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ 1/2 ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ 3 ലൈൻസിൽ നമുക്ക് 2.5 ഇഞ്ചസ് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പോയിന്റ്സ് ജോയിൻ ചെയ്ത് നമുക്ക് ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കണം. ഇനി ഈ 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിൽ അവിടുന്ന് ഒരു 2 ഇഞ്ചസ് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെയായിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒരു കർവി ലൈൻ വരച്ചു കൊടുക്കാം. ദെൻ ഷോൾഡറിൽ നിന്ന് ഈ ആം ഹോൾ ലൈനിലേക്ക് ഒരു 5.5 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ബസ് പോയിന്റില്ലേ അവിടേക്ക് ഈ 5.5 ഇഞ്ചസിൽ നിന്ന് ഇതുപോലെ ഒരു കർവി ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കൂടി കട്ട് ചെയ്യണം. അതിനായിട്ട് നേരത്തെ ഫോൾഡ് ചെയ്തപോലെ തന്നെ മെറ്റീരിയൽ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ഫ്രണ്ട് പോർഷൻ ഞാൻ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ ഈ ആം ഹോളിന്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 1 ഇഞ്ചിലേക്ക് ഷോൾഡറിൽ നിന്ന് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സെന്റർ പോയിന്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് ഈ സെന്റർ പോയിന്റിലൂടെ നമ്മുടെ ബാക്ക് ആം ഹോളിന്റെ ഈ ഒരു ലൈനില്ലേ അവിടേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബാക്ക് ആം ഹോളും ഷോൾഡറും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് ബാക്ക് പോർഷൻ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് താഴത്തെ ബാൻഡ് ഇല്ലേ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ബാൻഡിന്റെ ഈ 2 ലൈൻസും കട്ട് ചെയ്ത് മാറ്റണം. ഇതാണ് നമ്മൾ വേസ്റ്റ് ബാൻഡിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിനായിട്ടുള്ള ഈ 2 ലൈൻസും കട്ട് ചെയ്തിട്ട് ഈ വേസ്റ്റ് പീസ് മാറ്റാം. ദേ ഇപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള പീസസ്. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാം. അതിനായിട്ട് ലൈനിങ് എങ്ങനെയാണോ ഫോൾഡ് ചെയ്തത് അതുപോലെ തന്നെ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് അതിന്റെ മുകളിലേക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക് ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ഫ്രണ്ട് പോർഷനിലെ സെന്റർ പീസും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഫാബ്രിക് ഫോൾഡ് ചെയ്തിട്ട്
ഫ്രണ്ട് പോർഷനിലെ സൈഡ് പീസസും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാൻഡിന്റെ പോർഷൻസ് കട്ട് ചെയ്തെടുക്കണം അല്ലേ? അതിനായിട്ട് ഇതുപോലെ മെയിൻ ഫാബ്രിക് ഫോൾഡ് ചെയ്യുക. അതിലേക്ക് ഇതുപോലെ ബാൻഡിന്റെ പോർഷൻസ് വെച്ചിട്ട് ഏകദേശം ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത പീസിലെ അത് വെച്ചിട്ട് ഇതുപോലെ ഒരു പീസ് കൂടി കട്ട് ചെയ്യണം. അതിനായിട്ട് സ്ക്വയർ ഷേപ്പിൽ തന്നെ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിനായിട്ട് വീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നീളത്തിൽ ഇതുപോലെ ഒരുമിച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിന്റ്സ് ജോയിൻ ചെയ്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്യണം. ഞാൻ ഇവിടെ 8.5 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് താഴേക്ക് ഇതുപോലെ 3 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഈ 3 ഇഞ്ചസിലേക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യണം. സെന്റർ പോയിന്റ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു 1 ഇഞ്ച് മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഓഫ് സ്ലീവിനായിട്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അതിന്റെ മുകളിലോട്ട് ഈ എൻഡ് പോയിന്റിലോട്ട് ഇതുപോലെ ഒരു കർവി ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് സ്ലീവിനായിട്ട് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അതിന്റെ താഴെ കൂടി ഈ എൻഡ് പോയിന്റിലോട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി സ്ലീവിന്റെ താഴത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ വണ്ണത്തിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ റൈറ്റ് സൈഡ്സ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ട് സ്ലീവിന്റെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ദെൻ നമുക്ക് നെക്കിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ക്യാൻവാസ് പേപ്പേഴ്സ് കട്ട് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ ക്യാൻവാസ് പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. ദെൻ നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. 6.5 ഇഞ്ചസ് ആണ് ഞാൻ ലെങ്ത് എടുത്തിരിക്കുന്നത്. നെക്കിന്റെ വിഡ്ത്ത് 4 ഇഞ്ചസും. ഈ പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. സ്ക്വയർ ഷേപ്പിൽ വരച്ചിട്ട് ഇതുപോലെ ഈ താഴത്തെ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 ഇഞ്ചസിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് അഗെയിൻ 2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. ഇനി ഷോൾഡറിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ഒരു 2 ഇഞ്ചസിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി ഈ പോയിന്റിൽ നിന്ന് ഈ ആം ഹോൾ കർവ് യൂസ് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ സൈഡിൽ നെക്ക് മാർക്ക് ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യണം. ബാക്ക് നെക്കിന്റെ ലെങ്ത് 7 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യുന്നത്. വിഡ്ത്ത് ഫ്രണ്ടിലെ പോലെ തന്നെ 4 ഇഞ്ചസ് ആണ്. ഇത് ജോയിൻ ചെയ്ത് നമുക്ക് ഇതുപോലെ സ്ക്വയർ ലൈൻ വരച്ചെടുക്കാം. ഇത് റൗണ്ട് ഷേപ്പ് ആണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ബാക്ക് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലെ പോലെ തന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ 2 ലൈനിങ് ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കണം. ക്യാൻവാസ് പേപ്പർ എങ്ങനെയാണ് ഫിക്സ് ആക്കുന്നതെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാൻ വയ്യാത്തവർക്കായിട്ട് പറയാം. ഇതുപോലെ ക്ലോത്തിന്റെ മുകളിലായിട്ട് ക്യാൻവാസ് പേപ്പറിന്റെ സ്റ്റിക്ക് ആവുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് ചേർത്ത് വെച്ചിട്ട് ക്യാൻവാസ് പേപ്പറിന്റെ മുകളിലൂടെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ക്ലോത്തിൽ ഫിക്സ് ആവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് എല്ലാ ലൈനിങ് പീസസും മെയിൻ ഫാബ്രിക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് മെയിൻ ഫാബ്രിക്കിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ലൈനിങ് പീസസ് വെച്ചിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഫ്രണ്ട് പോർഷന്റെ സെന്റർ പീസാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷന്റെ സൈഡ് പീസസും ബാക്ക് സൈഡും എല്ലാം നമുക്ക് ലൈനിങ്ങുമായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. ഇതിപ്പം നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ട് എല്ലാ പീസിന്റെ എക്സസ് ഫാബ്രിക് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ എല്ലാ പീസസും ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ട് പോർഷനിലെ താഴത്തെ ബാൻഡ് ഇല്ലേ, അത് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് അതിന്റെ സെന്റർ പീസുമായിട്ട് ഈ സൈഡ് പീസസ് ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് സെന്റർ പീസിന്റെ റൈറ്റ് സൈഡും ഈ സൈഡ് പീസിന്റെ റൈറ്റ് സൈഡും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അതിന്റെ മുകളിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ അടുത്ത സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് രണ്ടിന്റെയും റൈറ്റ് സൈഡ്സ് ഇതുപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് ഇതിന്റെ മുകളിലൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഏകദേശം ആ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ഫാബ്രിക് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്തല്ലോ, അതും ആ സ്ക്വയർ ഷേപ്പിലുള്ള മെറ്റീരിയലുമായിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തു. ഇനി മെയിൻ ഫാബ്രിക്കിന്റെ റൈറ്റ് സൈഡും ഈ ലൈനിങ്ങിന്റെ റൈറ്റ് സൈഡുമായിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതിന്റെ താഴെ കൂടി ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. മുകളിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, താഴെ മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. എന്നിട്ട് ലൈനിങ് ഇതുപോലെ തിരിച്ചിട്ടിട്ട് അതിന്റെ മുകളിലൂടെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ നെക്കിലെ ക്യാൻവാസ് പേപ്പർ ഫിക്സ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ഇത് അതുപോലെ അയൺ ചെയ്ത് ഫിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ദെൻ ഇതിന്റെ സൈഡിലുള്ള എക്സസ് ഫാബ്രിക് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു ഫാബ്രിക് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഇത് ഫ്രണ്ട് പോർഷന്റെ സെന്റർ പീസ് ആണ്. അതിലേക്ക് നമ്മൾ ക്യാൻവാസ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ള ഫാബ്രിക് ഉണ്ടല്ലോ, അതിന്റെ റൈറ്റ് സൈഡും മെയിൻ ഫാബ്രിക്കിന്റെ റൈറ്റ് സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെന്ററിലായിട്ട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ വരച്ച് കൊടുത്തിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, അതിന്റെ മുകളിലൂടെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്കിന്റെ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ആംഗിൾ പോർഷൻസ് ഉണ്ടല്ലോ, അവിടെയെല്ലാം ത്രെഡ് കട്ട് ആവാതെ തന്നെ ഇതുപോലെ ചെറിയ കട്ട്സ് കൊടുക്കാം. ആംഗിൾ പോർഷൻസിൽ കട്ട്സ് കൊടുത്ത ശേഷം നെക്കിന്റെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇതുപോലെ മറിച്ച് വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എല്ലാ ആംഗിൾ പോർഷൻസിലും നീഡിൽ നിർത്തിക്കൊണ്ട് ഫൂട്ടർ ഇതുപോലെ പൊക്കുക. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് അഗെയിൻ ഫൂട്ടർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അങ്ങനെ ഓരോ ആംഗിൾ പോർഷനിലും നീഡിൽ നിർത്തിക്കൊണ്ട് ഫൂട്ടർ പൊക്കി ഇതുപോലെ തിരിച്ചു കൊടുക്കണം. അങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട്. ഇനി നമുക്ക് ഈ പീസ് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇത് ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷന്റെ സെന്റർ പീസും സൈഡ് പീസസും ആയിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിന് സെന്റർ പീസിന്റെ റൈറ്റ് സൈഡും ഈ സൈഡ് പീസസിന്റെ റൈറ്റ് സൈഡും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെന്റർ പീസുമായിട്ട് 2 സൈഡ് പീസസും റൈറ്റ് സൈഡ്സ് ചേർത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 2 സൈഡും നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലായിട്ട് താഴത്തെ ബാൻഡ് ഫിക്സ് ചെയ്യണം. ഇത് നമ്മൾ ബാൻഡ് ഫിക്സ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനായിട്ട് ബാൻഡിന്റെ ലൈനിങ് ഫാബ്രിക് ഉണ്ടല്ലോ, അതിന്റെ മുകളിലായിട്ട് എൻഡിലൂടെ ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. അങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ലൈനിങ് ആ ലൈൻ വെച്ച് തന്നെ ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ മുകളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ലൈനിങ് ഫാബ്രിക്കിലായിട്ട് ഇതുപോലെ ചെറിയ കട്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് ഫോൾഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഇതുപോലെ മെയിൻ ഫാബ്രിക്കിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫുള്ള് ലൈൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് പോർഷനായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഫ്രണ്ട് പോർഷന്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അവിടെയായിട്ട് ഈ ബാൻഡിന്റെ ലൈനിങ്ങിന്റെ ഉള്ളിലത്തെ പോർഷൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ലൈനിങ്ങിന്റെ ഉൾവശവും ഫ്രണ്ട് പോർഷന്റെ ബാക്ക് സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. അങ്ങനെ ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യണമല്ലോ, അതിനായിട്ട് മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ ഇതുപോലെ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ഇത് ഫുള്ള് ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇത് മുകളിലത്തെ പോർഷനിലേക്ക് ഇതുപോലെ വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ അതിന്റെ എൻഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട്. എന്നിട്ട് ആ വി പോർഷനിൽ എത്തുന്ന ടൈമിൽ നീറ്റായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നീറ്റായിട്ട് തന്നെ അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ എൻഡിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതിപ്പോൾ നമ്മൾ നീറ്റായിട്ട് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്ക് പോർഷന് നെക്ക് ഫിക്സ് ചെയ്യണം. അതിനായിട്ട് ബാക്ക് പോർഷന്റെ റൈറ്റ് സൈഡും ഈ നെക്ക് പീസിന്റെ റൈറ്റ് സൈഡും ചേർത്ത് വെച്ച് നേരത്തെ നമ്മൾ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരാം. എന്നിട്ട് നെക്കിന്റെ ആ സെന്റർ പോർഷൻ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നെക്കിലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കണം. ഇനി നമുക്ക് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ട് പോർഷന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ കൂടെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ലൈൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ദെൻ നമുക്ക് ഹൂക്സ് ഫിക്സ് ചെയ്യാനായിട്ട് ബാക്ക് പോർഷന്റെ സെന്ററിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതുപോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ സെന്ററിൽ സ്റ്റിച്ച് ചെയ്തില്ലേ, അത് ഇതുപോലെ കട്ട് ചെയ്ത് 2 പീസസ് സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഐയും ഹൂക്സും ഫിക്സ് ചെയ്യാനായിട്ട് 2.5 ഇഞ്ച് വിട്ടുള്ള ഇതുപോലെ 2 ലെങ്തി ഫാബ്രിക് വേണം. ഫസ്റ്റ് തന്നെ നമുക്ക് ഐയുടെ പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു ഫാബ്രിക് ഇതുപോലെ 2ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലെ പീസ് ഉണ്ടല്ലോ, അതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു ഫാബ്രിക് ഇതുപോലെ വെച്ചിട്ട് അതിന്റെ മുകളിലത്തെ പോർഷൻ ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് ഈ ഒരു ഫാബ്രിക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കാം. അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഐ ഫിക്സ് ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഫുള്ള് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വി ഷേപ്പിൽ സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ ഐ സാധാരണ വി ഷേപ്പിലാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ മാർക്ക് ചെയ്തെടുത്തെല്ലാം ഇതുപോലെ വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്കി പോർഷനിലെല്ലാം സ്ട്രെയിറ്റ് സ്റ്റിച്ച് ആണ് കൊടുക്കുന്നത്. അങ്ങനെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് വി ഷേപ്പിൽ ഇതുപോലെ ഓരോ പോയിന്റ്സിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമുക്ക് ഹൂക്സിന് വേണ്ടിയിട്ടുള്ള പീസ് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നേരത്തെ പോലെ തന്നെ ഈ ഒരു പീസ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു പീസ് ഇതുപോലെ വെക്കുക. അതിൻ്റെ മുകളിലത്തെ പോർഷൻ ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ടൊരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് ഉള്ളിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒരു വട്ടം ഫോൾഡ് ചെയ്യുക, എഗെയിൻ ഒന്നുകൂടി ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അത് തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലൂടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ബാക്ക് സൈഡിൽ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യണം. ഡാർട്ട് എന്ന് പറയുന്നത് ടക്ക് എന്ന് പറയില്ല, സെയിം തന്നെയാണ്. അതിനായിട്ട് ഈ സൈഡിൽ നിന്ന് 3 ഇഞ്ച്, 3.5 ഇഞ്ച്, 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു 4.5 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് സൈഡിൽ നിന്ന് ആ 4.5 ഇഞ്ചസിലേക്ക് 3.5 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിലേക്ക് താഴത്തെ 3 പോയിന്റ് ഇല്ലേ, അവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻസ് ഇതുപോലെ വരയ്ക്കുക. നോർമലി നമ്മൾ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യില്ല, അതുപോലെ തന്നെ രണ്ട് പീസിലും വരച്ചെടുക്കാം. നിങ്ങൾ ഡാർട്ട് മാർക്ക് ചെയ്യുന്നത് ഐയുടെയും ഹൂക്സിന്റെയും പീസ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലെയും ഡാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ബാക്ക് പോർഷന്റെ റൈറ്റ് സൈഡും ഫ്രണ്ട് പോർഷന്റെ റൈറ്റ് സൈഡും ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കുമ്പോൾ ബാക്ക് പോർഷന്റെ നെക്ക് ഉണ്ടല്ലോ, അത് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് വേണം ഫ്രണ്ട് പോർഷന്റെ നെക്ക് അവിടേക്ക് ചേർത്ത് വെക്കാൻ. എന്നിട്ട് ബാക്ക് പോർഷന്റെ നെക്ക് അതിന് മുകളിലൂടെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഷോൾഡർ ഇതുപോലെ തിരിച്ചിടാം. ഇപ്പം നീറ്റായിട്ട് നമ്മളുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നീറ്റായിട്ട് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്ലീവ് ഫിക്സ് ചെയ്യണം. അതിനായിട്ട് സ്ലീവിൻ്റെ എൻഡ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ സ്ലീവിൻ്റെ എൻഡ് ഡബിൾ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് സ്ലീവിൻ്റെ എൻഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ സ്ലീവ് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഷോൾഡറിൻ്റെ റൈറ്റ് സൈഡും സ്ലീവിൻ്റെ റൈറ്റ് സൈഡും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് ഫിക്സ് ചെയ്യുന്ന പോർഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. സ്ലീവ് ഫിക്സ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഇതിപ്പോൾ രണ്ട് സ്ലീവും നമ്മൾ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലെ താഴത്തെ പോർഷൻ ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് 2.5 ഇഞ്ച് വിട്ടുള്ള രണ്ട് ലെങ്തി ഫാബ്രിക് വേണം. എന്നിട്ട് ഈ ഒരു ഫാബ്രിക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു പീസിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിലത്തെ പോർഷൻ ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിരിക്കണം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് ഇതുപോലെ തിരിച്ചിടാം. എന്നിട്ട് അതിന്റെ മുകളിലൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു പീസ് ഉള്ളിലേക്ക് ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിലൂടെ ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരെയും വണ്ണത്തിനനുസരിച്ച് വേണം ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. വണ്ണത്തിന്റെ ഹാഫാണ് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിലായിട്ട് ഞാൻ ഇതുപോലെ ഡോറി ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഹൂക്സ് എല്ലാം ഫിക്സ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്ലീവിലും നെക്കിലും ഒക്കെ ആയിട്ട് ബീഡ്സ് വർക്ക് ഒക്കെ ചെയ്തെടുത്താൽ ഇതിലും ഭംഗിയുണ്ടാവും. ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.